ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നത് ഞാനാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും മത്സരിക്കാം. പാർട്ടിയാ തീരുമാനിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ കുറിച്ച് അറിയത്ത പോലുമില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഏത് പാർട്ടിയാണെന്ന് ആർക്കും അറിയാൻ വയ്യ. പിന്നെ ഞാൻ എന്താ പറയുന്നത്, അഖിൽ മാരാർ 2020 ഇത് എക്സ്പെക്ട് ചെയ്ത ഒരു സംഭവം തന്നെയാണ്. ബിഗ് ബോസിൽ അഖിൽ മാരാർ ചെല്ലുന്ന സമയത്ത് അഖിൽ മാരാറിന് ഈ BJP ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അന്ന് നമ്മൾ ഇത് ബേസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം അതിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അഖിൽ മാരാറിന്. പിന്നെ അന്ന് എന്തുകൊണ്ടും അഖിൽ മാരാറിന്റെ ലക്ക് കൊണ്ട് അഖിൽ മാരാറിന് പറ്റിയൊരു എതിരാളി ഇല്ലായിരുന്നു. അഖിൽ മാരാറിനെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരുന്നു. ഈ പറയുന്ന സംഘപരിവാർ ഹാൻഡിലുകൾ വിചാരിക്കുന്നത് അഖിൽ മാരാർ അവർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരാൾ പോയപ്പോൾ അഖിൽ മാരാറിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേ നമ്മളെ എക്സ്പെക്ടേഷനൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളിക്കാരെ വെളി വന്നപ്പോൾ കോൺഗ്രസിലോട്ട് കയറി വന്നാൽ പിന്നെ ഒരു ഇതാണല്ലോ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഓക്കെ ഇവൻ നല്ലവനാണ് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഈ കോൺഗ്രസിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചത്താലും കട്ടിൽ ഒഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അഖിൽ മാരാറിന് അവിടെ സീറ്റ് ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. കോൺഗ്രസിൽ ആരും സീറ്റ് കൊടുത്തില്ല. കുറേ നാള് നമ്മളെ VD-നെയും ചെന്നിത്തലേനെയൊക്കെ തടവി കിട്ടാത്തതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അഖിൽ മാരാർ ഇവരെയൊക്കെ തെറി വിളിച്ചോണ്ട് ഒരു പോസ്റ്റർ കാണാൻ പറ്റി. അഖിൽ മാരാർ എന്തായാലും കൊട്ടാരക്കര തന്നെ മത്സരിക്കും. പക്ഷെ ബുദ്ധിപൂർവ്വം NDA പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല സീറ്റൊന്നും. അതുകൊണ്ട് 2020 പോയിട്ട് ഘടകകക്ഷിക്ക് എന്നുള്ള സീറ്റ് എന്ന നിലയ്ക്ക് ചിലപ്പം ഈ പറഞ്ഞ കൊട്ടാരക്കര കൊടുക്കും. അഖിൽ മാരാറിന്റെ സ്ഥലമാണ്, അഖിൽ മാരാറിന് നല്ല ഫാൻ ബേസ് ഉള്ള സ്ഥലമാണ്, അഖിൽ മാരാറിന് നന്നായി സംസാരിക്കാൻ അറിയാം. പിണറായി വിജയന്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ജനങ്ങൾ നോക്കുമ്പം എന്തുകൊണ്ടും അഖിൽ മാരാർ പെർഫെക്റ്റ് ആണ്, വളരെ നല്ല കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അഖിൽ മാരാർ തോൽക്കും എന്നുള്ള രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ വരാൻ പോകുന്ന ഇലക്ഷന് കോൺഗ്രസിനും ജയിച്ചേ പറ്റൂ, കമ്മ്യൂണിസ്റ്റിനും ജയിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കടുത്ത മത്സരമായിരിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് വോട്ട് മറിക്കാനോ വോട്ട് തിരിക്കാനോ പോകില്ല. ഒന്നാമത്തെ കാര്യം അഖിൽ മാരാറിന് നല്ല രീതിയിലുള്ള ബേസ് ഉണ്ട്. അഖിൽ മാരാർ നിന്ന് ജയിക്കും എന്നൊക്കെ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അത്ര ലെവലിലോട്ട് കാര്യങ്ങളൊക്കെ മാറി മറിയും. എന്നാലും ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ബുദ്ധിപൂർവ്വമായിട്ട് പോകുന്നൊരു വ്യക്തി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല.